അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്റെ മോക്ക് എന്താ ജോത്സ്യന് സംഭവിച്ചത്? ഒന്നുകൂടെ നോക്കിട്ട് പറ. ആ അപകടം നടന്നത് വാഹനവുമായി ബന്ധപ്പെട്ടാണെന്നാണ് രാശിപ്പലകയിൽ കാണുന്നത്. എന്നുവെച്ചാ അർച്ചനടുത്ത് വണ്ടി ഇടിച്ചു എന്നാണോ? ഒന്നുകൂടി വിശദമായിട്ട് പറ ജോത്സ്യരെ. ഒരു മായാജാലം പോലെയാണ് മരണം. ഏത് നിമിഷവും വരും, പോകും. ചിലപ്പോ നമ്മളെ കബളിപ്പിക്കും. എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം അവസാനിച്ചു. എന്ന് പറഞ്ഞ ഏട്ടത്തി മരിച്ചു എന്നാണോ? അമ്മ ഇങ്ങനെ കരയാതെ. മരിച്ചു പോയെന്നൊന്നും ജോത്സ്യര് പറഞ്ഞില്ലല്ലോ. അവസാനിച്ചത് പറഞ്ഞ പിന്നെ മോനെ എന്താ അതിനർത്ഥം? എന്റെ മോളി ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെന്നല്ലേ? അപകടത്തിൽ മരണം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. കരയേണ്ട. ഒരു ദുഃഖത്തിന് മറ്റൊരു മറുപുറവുമുണ്ട്. ആ കുട്ടിക്ക് പുനർജന്മം കിട്ടിയിട്ടുണ്ട്. പുനർജന്മോ? അതെ. അർച്ചന ഇപ്പോൾ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. എന്നുവെച്ചാ? രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരേ ജീവിതത്തിൽ തന്നെ മറ്റൊരു വഴിത്തിരിവിലേക്ക് യാത്ര തുടങ്ങിയതാകാം. പക്ഷേ ആദ്യത്തെ ജന്മം അവസാനിച്ചു എന്ന് തന്നെയാണ് എന്റെ മനക്കണ്ണിൽ തെളിയുന്നത്. എന്റെ മോളുടെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടണം. അതിനുള്ള കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുനർജന്മം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ എന്റെ മോളിനെ അന്വേഷിക്കേണ്ടതാണ് ജോത്സ്യര് പറയുന്നത്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന എന്തെങ്കിലും നാം അന്വേഷിച്ചിട്ടാണോ? പോകുന്ന എന്തെങ്കിലും നാം പറഞ്ഞിട്ടാണോ? വേണ്ട സമയത്ത് വേണ്ടത് വരും. പുനർജന്മം പിന്നെ അന്വേഷിച്ചിട്ടെന്ത് കാര്യം? നിയോഗം തേടിപ്പോകേണ്ടതല്ല, അത് നമ്മളെ അന്വേഷിച്ച് വരേണ്ടതാണ്. വരാനുള്ള യോഗമുണ്ടെങ്കിൽ അത് വരും. ഇല്ലെങ്കിൽ എത്ര അന്വേഷിച്ചാലും അത് വരികയുമില്ല. ബാക്കിയെല്ലാം അറിയേണ്ട സമയത്ത് സ്വയം വെളിപ്പെടും. അങ്ങനെയാ കാണുന്നത്. ഇനി ഇക്കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല.